മക്കളെ ഈ സമയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 2 മണി 2:30 ആയാലും വളരെ ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ് അല്ലേ. നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് ഈ ചൂട് വരുന്നത്? നമുക്കറിയാം സൂര്യനിൽ നിന്നാണ് ചൂട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, സൂര്യൻ എന്ന് പറഞ്ഞയാൾ കുറേ ദൂരത്താണ്, ബഹിരാകാശത്ത് നിൽക്കുന്ന ഒരാളാണ്. അവിടെ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് ചൂട് എങ്ങനെയാവും വന്നിട്ടുണ്ടാവുക? അപ്പോൾ വേറെ എക്സാമ്പിൾ നമ്മൾ പറയണേ, നമ്മുടെ വീട്ടിൽ ചായ ഉണ്ടാക്കുന്ന ഒരു പാത്രം, അതിന്മേൽ നമ്മൾ വെറുതെ അറിയാതെ പോയി തൊട്ടു. അപ്പോൾ നമ്മൾ കൈ എന്ത് ചെയ്യും? പെട്ടെന്ന് വലിക്കും അല്ലേ. എന്താ കാരണം? ആ ചൂടുള്ള ആ പാത്രത്തിന്മേൽ നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് ടച്ച് വന്നു. അപ്പോൾ നമുക്ക് യോജിക്കാൻ പറ്റും. എന്താ കാരണം? ഡയറക്റ്റ് ടച്ച് വന്നല്ലോ, നമ്മൾ നേരിട്ട് കൈ കൊണ്ട് തൊട്ടല്ലോ, അതുകൊണ്ടാണ് ചൂടടിച്ചത്. പക്ഷേ സൂര്യൻ എന്ന് പറഞ്ഞ അയാൾ അദ്ദേഹം അത്രയും ദൂരത്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ടേക്ക് ചൂട് വന്നു? നോക്കാം നമുക്ക്. അപ്പോൾ താപപ്രേഷണം, ഹീറ്റ് ട്രാൻസ്മിഷനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നോക്കാം, എന്താണ് താപപ്രേഷണം? വാട്ട് ഈസ് ഹീറ്റ് ട്രാൻസ്മിഷൻ? ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ തരത്തിൽ, എത്ര ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്, എത്ര തരത്തിൽ ചൂട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒറ്റ വീഡിയോയിൽ എന്ത് ചെയ്യും? നമ്മൾ എല്ലാം തകർത്ത് പഠിക്കാൻ പോകുന്നു. സോ നോക്കാം, എന്താണ് സിമ്പിളി നമ്മൾ പറഞ്ഞാൽ താപം ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത് നമുക്ക് എന്ത് പറയാം? താപപ്രേഷണം എന്ന് പറയാം അല്ലേ. അപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ സൂര്യനിൽ നിന്നും ചൂട് ഇങ്ങോട്ടേക്ക് എത്തുന്നു, ഭൂമിയിലേക്ക് എത്തുന്നു, താപപ്രേഷണം അല്ലേ? അതെ, കാരണം അവിടെ നിന്നും ഇങ്ങോട്ടേക്ക്, ആ പ്ലേസിൽ നിന്നും ഈ പ്ലേസിലേക്ക് എത്തി. ഇനി സാർ എന്ത് ചെയ്തു? ചായപാത്രത്തിൽ പോയി ടച്ച് ചെയ്തു. അപ്പോൾ ചായപാത്രം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്നും സാറിൻ്റെ കയ്യിലേക്ക് താപം ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. നമുക്ക് പറയാം താപപ്രേഷണമാണ്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ ആണെന്ന് പറയാം. അപ്പോൾ അതൊക്കെയാണ്. ഇനി നോക്കാം മക്കളെ, ഇതാണ് ഒരു തരത്തിലുള്ള താപപ്രേഷണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ഈ വീഡിയോ ഒന്ന് കാണണം. അതായത് ഇവിടെ സാർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ചൂട് കൊടുക്കുന്നു. ഓക്കെ, ചൂട് കൊടുക്കുന്നുണ്ട്, നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ചൂട് കൊടുക്കുന്നു. ഓക്കെ, ഒരു ലോഹമാണ്, ഇതൊരു ലോഹം, ഒരു മെറ്റലാണ്. അപ്പോൾ നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ചൂട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മെല്ലെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഡയറക്റ്റ് കുറേ മോളിക്യൂൾസ് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആർക്കാണോ ആദ്യം ചൂട് കിട്ടുന്നത്, അപ്പോൾ ആർക്കാ മക്കളെ? ഇവിടെയാണ് നമ്മൾ ചൂട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള മോളിക്യൂൾസിൻ്റെ അവിടെയുള്ള തന്മാത്രകൾക്ക് ആദ്യം ചൂട് കിട്ടും. അങ്ങനെ ആ തന്മാത്ര ചൂടായാൽ അയാൾ തൊട്ടപ്പുറത്തുള്ള തന്മാത്രക്ക് എന്ത് കൊടുക്കും? ചൂട് കൊടുക്കും. അങ്ങനെ ഈ തന്മാത്ര വീണ്ടും ചൂടായാൽ ഇയാൾ തൊട്ടിപ്പുറത്തുള്ള അടുത്ത ആൾക്ക് ചൂട് കൊടുക്കും. അങ്ങനെ ഡയറക്റ്റ് ടച്ച് വരുത്തിയിട്ട് നമുക്ക് പറയാം തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ വന്നിട്ട് ഡയറക്റ്റ് കണ്ടക്ഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കേസിൽ ചൂട് അങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അഥവാ നമുക്ക് പറയാം ചാലനം എന്ന് പറയാം. എന്താ പറയുക? ചാലനം. സോ ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിക്കുന്നു. ഓക്കെ, അവർ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. സോ അവർ തമ്മിൽ എന്ത് വേണം? തമ്മിൽ ടച്ച് ചെയ്യണം, അവർ തമ്മിൽ ഒരു കണക്ഷൻ വേണം, അവർ തമ്മിൽ തൊട്ട് നിൽക്കണം. തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും ചാലനം സംഭവിക്കില്ല. അപ്പോൾ സാറ് ചോദിക്കട്ടെ, സാറിൻ്റെ വീട്ടിൽ ചായ ഉണ്ടാക്കിയപ്പോൾ ആ ചായപാത്രത്തിൽ ടച്ച് ചെയ്തപ്പോഴല്ലേ സാറിൻ്റെ കൈമ്പൊക്കെ എന്തായത്? ചൂട് വന്നത്. അപ്പോൾ ടച്ചിങ് കൊണ്ട്, തൊടൽ കൊണ്ട് താപം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, താപം കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ സംഭവിച്ചത് ചാലനമാണ്. അപ്പോൾ സാറിൻ്റെ കേസിൽ സാറ് ചായപാത്രം ടച്ച് ചെയ്തപ്പോൾ സാറിന് എങ്ങനെയാണ് ചൂട് കിട്ടിയത്? ഈ ചാലനത്തിലൂടെയാണ് ചൂട് കിട്ടിയത് അല്ലേ. റെഡിയാണ്. ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഖരവസ്തുക്കളാണെങ്കിൽ സാറിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ വീണ്ടും ആലോചിക്കണം. ഏത് എക്സാമ്പിൾ? ചായപാത്രം ഖരവസ്തു അല്ലേ? അതെ. അപ്പോൾ ഖരവസ്തുക്കളിൽ നമുക്ക് പറയാം താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. മക്കളെ മനസ്സിലാക്കി വെച്ചേക്കുക. വെൻ ഹീറ്റ് റിസീവ്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് മെറ്റൽ റോഡ്, ദ മോളിക്യൂൾസ് അറ്റ് ദാറ്റ് എൻഡ് റിസീവ് ദ ഹീറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇൻ ടു ദ നിയറസ്റ്റ് മോളിക്യൂൾ. ഇവിടെയുള്ള മോളിക്യൂൾ ഹീറ്റ് റിസീവ് ചെയ്യുന്നു, അതിങ്ങോട്ടേക്ക് തൊട്ടപ്പുറത്തുള്ള മോളിക്യൂൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദിസ് മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഈസ് കോൾഡ് കണ്ടക്ഷൻ. മക്കളെ ഓർത്ത് വെച്ചേക്കുക, ചാലനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കണ്ടക്ഷൻ. ഇൻ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ, ഖരവസ്തുക്കളാണെങ്കിൽ നമുക്ക് പറയാം ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടക്ഷൻ. ക്ലിയർ ആയില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെ മാത്രമല്ല എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്, താപപ്രേഷണം നടക്കുന്നത് മറ്റു 2 മെത്തേഡ്സ് കൂടെ ഉണ്ട്. മക്കൾ നോക്കി വെക്കുക, സെറ്റാക്കി മനസ്സിലാക്കി വെക്കുക. കണ്ടോ, ഇത് റേഡിയേഷൻ എന്ന് പറയും. ഓക്കെ, ഇത് കൺവെക്ഷൻ എന്ന് പറയും. സാറോട് എഴുതി തരാം. ചാലനം അല്ലേ, ഇത് സംവഹനം. ഓക്കെ, സംവഹനം.
സംവഹനം. അഥവാ ചൂടായ ആൾ മുകളിലേക്കും ചൂടില്ലാത്ത ആൾ താഴേക്കും വരുന്നു. ഓക്കെ, ചൂടാവുന്ന ആൾക്കാർ മുകളിലേക്ക് പോകുന്നു, അപ്പോൾ ഇവിടെയുള്ള ചൂടില്ലാത്ത ആളുകൾ, ചൂടാവാത്ത ആളുകൾ താഴേക്ക് വരുന്നു. അങ്ങനെ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് സംവഹനത്തിൽ ബേസിക്കലി സംഭവിക്കുന്നത്. ഇനി ഇവിടെ റേഡിയേഷൻ ഉണ്ട് മക്കളെ. ചാലനം, സംവഹനം, ഇതെന്താ മക്കളെ? വികിരണം. എന്താ പറയുക? വികിരണം എന്ന് പറയാം. അപ്പോൾ ചാലനത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമാക്കി സംസാരിച്ചു. ഒരു തന്മാത്രയിൽ നിന്നും തൊട്ടടുത്ത് ടച്ച് ചെയ്ത് നിൽക്കുന്ന മറ്റു തന്മാത്രയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇവിടെ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമം ആവശ്യമുണ്ട്. എന്താണ്? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾ ആ മീഡിയത്തിലൂടെ മുകളിലേക്ക് പോകുന്നു. അങ്ങനെ മുകളിലുള്ള ചൂടില്ലാത്ത ആൾ, ചൂടാവാത്ത ആൾ താഴേക്ക് വരുന്നു. സോ അവിടെ മീഡിയം അത്യാവശ്യമാണ്, മീഡിയം ആവശ്യമുണ്ട്. എന്നാൽ റേഡിയേഷൻ, വികിരണം സംഭവിക്കുമ്പോൾ അവിടെ എന്താ ആവശ്യമില്ല മക്കളെ? അവിടെ ഒരു മീഡിയം ആവശ്യമില്ല, അവിടെ ആരും ആവശ്യമില്ല, വായു വേണ്ട, അവിടെ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏത് രീതിയിലായിരിക്കും സൂര്യനിൽ നിന്ന് നമ്മളിലേക്ക് ചൂടെത്തിയത്? എങ്ങനെയാണ്? ചാലനമാണോ? അല്ല, നമ്മൾ ആരും സൂര്യനെ പോയി ടച്ച് ചെയ്തില്ല. സംവഹനാണോ? അതുമല്ല. ഏതാ മക്കളെ? റേഡിയേഷനാണ്, വികിരണമാണ്. ഈ വികിരണം എന്ന് പറഞ്ഞ ഈ മെത്തേഡിലൂടെയാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നയാൾ, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും ചൂട് നമ്മളിലേക്ക് എത്തുന്നത്, ഭൂമിയിലേക്ക് എത്തുന്നത്. മക്കളെ മനസ്സിലാക്കി വെച്ചേക്കുക, ഓർത്ത് വെച്ചേക്കുക. ഇതാണ് നമുക്ക് അവിടെ പറയാനുള്ള 3 മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ: ചാലനം, സംവഹനം, വികിരണം, അഥവാ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. സോ ഓൾ ദി ബെസ്റ്റ്. മനസ്സിലാക്കി പഠിക്കാം മക്കൾ. മനസ്സിൽ ഓർത്ത് വെച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് അത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് മക്കൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. സോ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് ഏത് ലെവലിൽ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. സോ ആ രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ചു തരും. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കണം. അവരും വ്യക്തമായിട്ട് നമ്മളെപ്പോലെ പഠിച്ചു വരട്ടെ. ഓക്കെ, ബൈ.